അന്യൻ്റെ വേദനകൾ കാണാൻ കഴിയുന്ന കണ്ണുകൾ ഏതോ വഴിയോരങ്ങളിൽ നമുക്ക് നഷ്ടമായില്ലേ? അവരൻ്റെ വേദനകൾ കേൾക്കാൻ കഴിയുന്ന കാതുകൾ ഏതോ വഴിയോരങ്ങളിൽ നാം ഉപേക്ഷിച്ചില്ലേ? ഞാൻ ഉൾപ്പെടെയുള്ള നമ്മോട്, നിങ്ങളോട് കുറച്ചും കൂടെയൊക്കെ ജനകീയമായിരിക്കേണ്ടവരായിരുന്നില്ല നമ്മളൊക്കെ? സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി വര്യനെ ഒരാട്ടിൻ തല ദാനമായി ലഭിക്കുകയാണ്. ഉഹ്ദി അലി റജുലിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാത്തർ ഇസിൻ. ഒരാട്ടിൻ തല സ്വതക്കയായി ദാനം ലഭിച്ചപ്പോൾ ആ സ്വഹാബി വര്യൻ മനസ്സിലാക്കുന്നു, ഇത് എന്നേക്കാളും അർഹതയുള്ളത് എൻ്റെ അയൽവാസിക്കാണെന്ന്. അങ്ങനെ ആ ആട്ടിൻ തല അയൽവാസിക്ക് ദാനം ചെയ്യുകയാണ്. ആ കിട്ടിയ അയൽവാസിയായ സ്വഹാബി വര്യൻ മനസ്സിലാക്കുന്നു, ഇതെന്നേക്കാളും അർഹത ഇത് അടുത്ത സ്വഹാബി വര്യനാണ്, ആ തൊട്ട അയൽവാസിക്കാണ്. അങ്ങനെ ആ അയൽവാസിക്ക് കൊടുക്കുന്നു. ആ അയൽവാസിയായ സ്വഹാബി വര്യൻ തൊട്ടടുത്തുള്ള അയൽവാസിയാണ് ഏറ്റവും കൂടുതൽ ഇതിനോട് അർഹതപ്പെട്ടതെന്ന് കരുതി അങ്ങോട്ട് കൈമാറുന്നു. അങ്ങനെ അത് 7 വീടുകൾ കൈമാറിയിട്ട് അവസാനം കൊടുത്ത ആളിലേക്ക് തന്നെ തിരിച്ചെത്തിയ ഒരു സംഭവം തഫ്സീറുൽ ഖുർത്തുബിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്രമേൽ ഹൃദ്യമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ സ്നേഹസമ്പന്നമായ അയൽപ്പക്കം. ഇത് കേവലം അയൽപ്പക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് ചെയ്യേണ്ട കടപ്പാടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരുടെ വേദന ശമിപ്പിച്ച് അവർക്കതിന് പരിഹാരം കണ്ടെത്തി ജീവിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.